നമസ്കാരം. CPM ദീർഘകാലമായി അതിന്റെ സംഘടനാപരമായിട്ടുള്ള ശക്തി നിലനിർത്തുന്നത് കേഡർ അധിഷ്ഠിത ഘടനയുടെ പിൻബലത്തിലാണ്. എന്നാൽ സമീപകാല കേരള രാഷ്ട്രീയം സൂചിപ്പിക്കുന്നത് ഈ കേഡർ സംവിധാനത്തിന്റെ അടിത്തറയിൽ തന്നെ ഗൗരവമായിട്ടുള്ള വിള്ളലുകൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളും സാധാരണ പ്രവർത്തകരും ഒരുപോലെ പാർട്ടി വിടുന്നത് CPMന്റെ നിലനിൽപ്പിന് തന്നെ കനത്ത വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഒരു വ്യക്തിഗത നേതാവ് പാർട്ടി വിടുന്നത് താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കാണുന്നത് സംഘടനാ തലത്തിൽ തന്നെ കൂട്ടത്തോടെയുള്ള കൊഴിഞ്ഞുപോക്കാണ്. ഇത് നേതൃത്വത്തിന്റെ കെട്ടുറപ്പിനെയും അച്ചടക്കത്തെയും ചോദ്യം ചെയ്യുകയും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ ദുർബലമാവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ പഞ്ചായത്തിൽ അടുത്തിടെ അരങ്ങേറിയ സംഭവ വികാസങ്ങൾ അത് CPMലെ പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണെന്നത് വ്യക്തമാക്കുകയാണ്. കുന്നത്തൂരിലെ പുത്തനമ്പലം വാർഡിൽ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള K വത്സരകുമാരി അടക്കമുള്ള 50-ലധികം പേർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് പ്രാദേശിക രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാക്കിയിരിക്കുകയാണ്. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനമുള്ള കൊല്ലം പോലെയുള്ള ജില്ലയിൽ ഒരു വാർഡിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഏകകണ്ഠമായിട്ട് പാർട്ടി വിടുന്നത് കേഡർ സംവിധാനത്തിലെ അവിശ്വാസത്തിന്റെയും അതൃപ്തിയുടെയും ഒക്കെ തന്നെ ആഴമാണ് വെളിവാക്കുന്നത്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റും ബ്രാഞ്ച് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള മുഴുവൻ പേരും രാജിവെച്ചതോടെ ആ വാർഡിൽ CPMന്റെ സംഘടനാപരമായിട്ടുള്ള സാന്നിധ്യം തന്നെ നാമാവശേഷമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കൂട്ടരാജിക്ക് കാരണമായത് വാർഡ് തലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുണ്ടായ കടുത്ത തർക്കം തന്നെയാണ്. സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസ് നിലവിലുള്ള ഒരാളെയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് CPM സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചതെന്നാണ് രാജിവെച്ച പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ആരോപണം. പ്രാദേശിക നേതാക്കളുടെ എതിർപ്പ് വകവയ്ക്കാതെ പാർട്ടിക്കുള്ളിൽ ഭൂരിപക്ഷമില്ലാത്ത ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയത് സീറ്റ് കച്ചവടം നടന്നതിന്റെ സൂചനയാണെന്ന് രാജിവെച്ചവർ പരസ്യമായി പ്രസ്താവിക്കുന്നു. ഈ ആരോപണങ്ങൾ താഴെത്തട്ടിലുള്ള കേഡർമാർക്കിടയിൽ കടുത്ത അതൃപ്തിയും അമർഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾക്കും ധാർമ്മിക നിലപാടുകൾക്കും വിരുദ്ധമായ ഇത്തരം നീക്കങ്ങൾ അച്ചടക്കത്തിന് പേരുകേട്ട CPM പ്രവർത്തകരെ പോലും പാർട്ടി വിടുന്നതിലേക്ക് നയിച്ചുവെന്ന വസ്തുത ഗൗരവമായ ആഭ്യന്തര പരിശോധന ആവശ്യപ്പെടുകയാണ്. സംസ്ഥാന നേതൃത്വം നേരിടുന്ന പ്രതിരോധങ്ങളും താഴെത്തട്ടിലെ പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംസ്ഥാന തലത്തിലെ പ്രധാന നേതാക്കൾ വലിയ രീതിയിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പെട്ടവർക്ക് പ്രാദേശിക തലത്തിൽ സ്ഥാനാർത്ഥിത്വം നൽകുന്നത് പാർട്ടിക്ക് ഇരട്ട പ്രഹരമായി മാറിയിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ താഴെ കമ്മിറ്റിയിൽ വരെ എത്തി നിൽക്കുമ്പോൾ അത് ചില ആദർശശാലികളായിട്ടുള്ള പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ വരികയാണ്. നേതൃത്വത്തിന്റെ ധാർമ്മിക നിലവാരം തകരുമ്പോൾ അത് താഴെ തലത്തിലുള്ള പ്രവർത്തകരുടെ പ്രതികരണത്തെ സ്വാധീനിക്കുകയും പാർട്ടിയോടുള്ള കൂറ് നഷ്ടപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. കൊല്ലം ഉൾപ്പെടെയുള്ള CPM ഗ്രാമങ്ങളിൽ പോലും ഈ തകർച്ച പ്രകടമാവുന്നത് പാർട്ടിയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്. കൂട്ടത്തോടെ പാർട്ടി വിടുന്ന ഈ നേതാക്കളും പ്രവർത്തകരും എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാന ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. കോൺഗ്രസിലേക്കും BJPയിലേക്കും ഈ കൊഴിഞ്ഞുപോക്ക് നടക്കുന്നു എന്ന നിരീക്ഷണമാണ് പ്രബലമായിട്ടുള്ളത്. മതേതര ചേരിയിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ കൂടുതൽ തീവ്രമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവർ BJPയിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നതാണ് വാസ്തവം. ഈ ഒരു അവസരത്തിൽ CPMനെ ആശ്വസിക്കാൻ വക നൽകുന്നത് ഇന്ത്യയിലെ വിശാല സഖ്യമായിട്ടുള്ള ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ഉൾപ്പെടുന്നു എന്ന കാര്യമാണ്. എന്നാൽ മിക്കയിടത്തും BJPയിലേക്കുള്ള ഒഴുക്കാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യം CPMന്റെ വോട്ട് ബാങ്കിനെ കാര്യമായി ബാധിക്കുമെന്നും ഭാവിയിൽ ഇത് BJPക്ക് സംസ്ഥാനത്ത് കൂടുതൽ വേരുറപ്പിക്കാനായിട്ട് സഹായകമാകുമെന്നും രാഷ്ട്രീയ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മുൻകാലങ്ങളിൽ കോൺഗ്രസിൽ മാത്രം പതിവായിരുന്ന ആഭ്യന്തര കലഹങ്ങളും തമ്മിത്തല്ലുകളും ഒക്കെ തന്നെ ഇപ്പോൾ CPMലും പ്രകടമായിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ഈ കൂട്ടത്തോടെയുള്ള രാജി അത് CPM അതിന്റെ സംഘടനാപരമായിട്ടുള്ള പക്വതയും അച്ചടക്കവും നഷ്ടപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന നൽകുകയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പാർട്ടി നേരിടുന്ന വിമർശനങ്ങൾ CPMനെ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയെ പോലെ മറ്റു പാർട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി മാറ്റിയോ എന്നുവരെ നിരീക്ഷകർ കളിയാക്കുന്നുണ്ട്. ഈ പ്രവണത തുടരുകയാണെങ്കിൽ CPM ഗ്രാമങ്ങൾ തകർന്ന് പാർട്ടി മുക്തമായ വാർഡുകൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുമെന്നും ഇത് കേരള രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുകയാണ്.